31 ജൂലൈ 2025 ഇന്ത്യൻ ഓഹരി വിപണിയിൽ വ്യാപകമായി ഇടിവ് രേഖപ്പെടുത്തി. എല്ലാ പ്രധാന സൂചികകളും നഷ്ടത്തിൽ അടഞ്ഞു. നിഫ്റ്റി 0.35% കുറച്ച് 24,768.35, ബാങ്ക് നിഫ്റ്റി 0.34% ഇടിവോടെ 55,961.95, ഫിൻനിഫ്റ്റി 0.20% കുറവോടെ 26,649.95 എന്ന നിലയിലെത്തി. അതുപോലെ തന്നെ സെൻസെക്സ് 0.36% നഷ്ടത്തിൽ 81,185.58ലും, നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ട് 1.10% ഇടിവോടെ 12,867.10ലും എത്തി. ട്രംപിന്റെ ടാരിഫ് പ്രഖ്യാപനത്തിന് പിന്നാലെ ഇന്ത്യയിലെ വിപണികൾ ആദ്യം കുറച്ച് തളർന്നെങ്കിലും പിന്നീട് കുറച്ച് നിലനിൽപ്പ് തിരിച്ചുപിടിച്ചു. എക്സ്പോർട്ട് ആശ്രിതമായ ടെക്സ്റ്റൈൽസ്, ഫാർമ, ഓട്ടോ മേഖലകൾക്കാണ് ഏറ്റവും വലിയ ആഘാതം ഉണ്ടായത്. ചില കമ്പനികൾക്ക് ഈ പുതിയ നികുതികൾക്ക് വലിയ പ്രതിഫലനമുണ്ടാകില്ലെന്ന് പ്രതീക്ഷിക്കുന്നുവെങ്കിലും ടെക്സ്റ്റൈൽസ്, സോളാർ മേഖലകളിൽ പ്രവർത്തിക്കുന്നവയ്ക്ക് വലിയ വെല്ലുവിളികളാണ് മുന്നിലുള്ളത്. ഫാർമ മേഖലയ്ക്ക് നിർണായകമായ പ്രത്യാഘാതങ്ങളാണ് പ്രതീക്ഷിക്കുന്നത്. ഐ.ടി. മേഖലയെ നേരിട്ട് ബാധിക്കാതെ പോകുമെങ്കിലും ചില പരോക്ഷ പ്രതിഭാവങ്ങൾ ഉണ്ടാകാമെന്ന് വിലയിരുത്തൽ. റിഫൈനറുകൾ പുതിയ ഇറക്കുമതി ഉറവിടങ്ങൾ തേടേണ്ടിവരും. അതേസമയം മെറ്റൽ മേഖലയ്ക്ക് ഇതുവരെ വ്യക്തത ലഭിച്ചിട്ടില്ല. എക്സ്പോർട്ട് ആശ്രിത മേഖലകൾക്ക് നീണ്ടകാല സാധ്യതകൾ പരിഗണിച്ച് മുൻകരുതലോടെയും കാര്യമായ നിരീക്ഷണത്തോടെയും മുന്നോട്ടു പോകേണ്ട സമയമാണിത്.